എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് സ്വാഗതം. നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി FC തമ്മിലുള്ള മത്സരം നടക്കുന്നത്. ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മുംബൈ സിറ്റി FC പരിശീലകൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, നമ്മുടെ ചാനൽ ഇപ്പോൾ 100K സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നവരൊക്കെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, വീഡിയോ കാണുന്ന 76% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുമുള്ള ചെറിയൊരു ഭാഗമാണ് നിങ്ങളോട് പറയുന്നത്. സോ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ആയിരിക്കും നിങ്ങളോട് പറയുക. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, ഇത് ഫുട്ബോളിലെ ഒരു പ്രത്യേക സംഭവമാണ്. സ്റ്റേഡിയത്തിൽ കൂടുതൽ ആരാധകരാണ് എല്ലാവർക്കും. ലീഗിനും ഇന്ത്യയിലെ ഫുട്ബോളിനും നല്ലത്. ഞാൻ ഗെയിമിനായി കാത്തിരിക്കുകയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജെയിനിനെതിരായ ഫലം ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനും അവിടെ ഒരു ഫലം നേടുന്നതിനും ഗ്രൂപ്പിന് ഒരു ഉത്തേജനമായിരുന്നു. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എന്തൊക്കെ ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റെല്ലാം ശരിയാകും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പെട്ടതായിട്ടാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ അവസാനിക്കാണ്. നന്ദി.